യെസ്. അപ്പം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതൊക്കെ കേസസിലാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്. അപ്പം നമുക്കിനി രണ്ടാമത്തെ ടെൻസിലേക്ക് പോവാം. പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. യെസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കോണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജനറലി പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കത് ഏതൊക്കെ കേസസിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിലേക്ക് പോണതിന് മുമ്പ് അല്ലേ നമുക്കിതിൻ്റെ ഒരു സിൻടാക്സ് എന്താണ്, അല്ലെങ്കിൽ ഈ വെർബ് അല്ലെങ്കിൽ ഈ ഒരു ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് നമ്മൾ എന്താ പറയുക, ആ ഒരു സെൻറ്റൻസിൻ്റെ ഫോമാറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. നമുക്ക് അറിയാം നമ്മുടെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ. സബ്ജക്റ്റിന് ശേഷം നമ്മുടെ ആവശ്യം പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ യൂസ് ചെയ്യും. എന്നിട്ട് വെർബിൻ്റെ ഫോർത്ത് ഫോം നമ്മൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ. വെർബിൻ്റെ 4 ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫോർത്ത് ഫോം എന്താണ്? ഫോർത്ത് ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ് പാർട്ടിസിപ്പിളിൽ വെർബിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്യും അല്ലേ. ING ഫോമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്? സബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റിന് ശേഷം വെർബിൻ്റെ കൂടെ ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉണ്ടാവും. പിന്നെ നമ്മൾ വെർബിൻ്റെ ഫോർത്ത് ഫോം അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യും. ഓരോ വെർബിൻ്റെ 4 ഫോംസ് ഏതൊക്കെയാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വെർബിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ബേസിക്കായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു നമ്മുടെ വെർബിനെ 4 പാർട്സായി നമ്മൾ ഡിവൈഡ് ചെയ്തായിരുന്നു അല്ലേ. വെർബ് എന്നുള്ളൊരു വലിയ ചാപ്റ്ററിനെ നമ്മൾ 4 പാർട്സായി ഡിവൈഡ് ചെയ്തായിരുന്നു. അതിൽ ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മുടെ ഈ ഫൗണ്ടേഷൻ, വെർബിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക്കായ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോയി അല്ലേ. എന്താണ് വെർബ്, എന്താണ് ടൈപ്സ് ഓഫ് വെർബ്, അതേപോലെ ഓരോ ടൈപ്സും നമ്മൾ ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ വെർബിന് 4 ഫോംസ് ഉണ്ടെന്നും ആ ഫോംസ് ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സെഷൻ പോയി കണ്ടാൽ മതി. യെസ്. അപ്പോൾ ഇവിടെ ഈസ് ആം ആർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ നമുക്ക് ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ കുറച്ച് റൂൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യണത് ആം ആണ്. ഇനി നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യണത് ഇസ് ആണ്. നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഇതെല്ലാം നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം യൂസ് ചെയ്യും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇസ് യൂസ് ചെയ്യും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആർ യൂസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണോ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആവുന്നത് അത്തരം സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആറാണ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ ആവുമ്പോൾ ഇറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊനൗൺസ് നോക്കാം. അതായത് നമുക്കറിയാം ചില പ്രൊനൗൺസ് സിംഗുലർ ആണ്, ചില പ്രൊനൗൺസ് പ്ലൂറൽ ആണ്. അപ്പോൾ ഏതൊക്കെ പ്രൊനൗൺസ് ആണ് സിംഗുലർ? ഹി സിംഗുലർ ആണ്, ഷീ സിംഗുലർ ആണ്, ഇറ്റ് സിംഗുലർ ആണ്. അപ്പോൾ ഹി ഷീ ഇറ്റിൻ്റെ കൂടെ നമ്മൾ ഏത് ഹെൽപ്പിംഗ് വെർബാണ് നമ്മൾ യൂസ് ചെയ്യണത്? ഇസ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഇസ് എന്നുള്ള ഓക്സിലറി വെർബാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ എന്താ ഓക്സിലറി വെർബ് എന്നൊക്കെ നമ്മൾ വെർബിൻ്റെ ഫൗണ്ടേഷൻ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് പോയി ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആറിൻ്റെ കാര്യം പറയുമ്പം ദേ ഒരു പ്ലൂറലായ പ്രൊനൗൺ ആണ്, വിയും പ്ലൂറലായ പ്രൊനൗൺ ആണ്. അതേപോലെ യുവും നമ്മൾ പ്ലൂറൽ പ്രൊനൗണിൻ്റെ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇത് 3 ദേ വി യു ഈ 3 പ്രൊനൗൺസിൻ്റെ കൂടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആർ യൂസ് ചെയ്യും. അതല്ലാതെ സബ്ജക്റ്റ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണോ പ്ലൂറൽ ആവുന്നത് അത്തരം സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ ആർ യൂസ് ചെയ്യും. ഏതൊക്കെ സിറ്റുവേഷൻസിലാണോ സബ്ജക്റ്റ് സിംഗുലർ ആവുന്നത് അത്തരം സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഇസ് യൂസ് ചെയ്യും. ഇനി സബ്ജക്റ്റ് ഐ ആവുന്ന സിറ്റുവേഷനിൽ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആം യൂസ് ചെയ്യും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, എന്നിട്ട് നമുക്ക് ആ കേസസിലേക്ക് പോവാം. ഏതൊക്കെ കേസിലാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യത്തിലേക്ക് പോവാം. യെസ്. എക്സാമ്പിൾ he is coming here tonight. He is
കമ്മിങ് ഹിയർ ടു നൈറ്റ് അല്ലെ, ഇന്ന് രാത്രി അവൻ ഇങ്ങോട്ട് വരുക. സോ ഇവിടെ നോക്കിക്കോളൂ, ഹി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം ഹി ആണ് നമ്മുടെ സബ്ജക്റ്റ്. സോ ഈ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ നമുക്കിവിടെ ആവശ്യം കോണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ കോണ്ടിന്യൂസ്, ഇവിടെ ടു നൈറ്റ് എന്നുള്ളൊരു വേർഡ് വന്നതുകൊണ്ട് നമ്മൾ കോണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കോളൂ, കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഹെൽപ്പിംഗ് വെർബ് പ്ലസ്, അതായത് എൻ്റെ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് വെർബിൻ്റെ ഫോർത്ത് ഫോമാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. ഹെൽപ്പിംഗ് വെർബും ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? അതിൽ ടു ബി ഫോമാണ്. ഹെൽപ്പിംഗ് വെർബ് ടു, നമുക്കറിയാം പ്രൈമറി ഓക്സിലറി ഉണ്ട്. പ്രൈമറി ഓക്സിലറിയിൽ ടു ബി, ടു ഹാവ്, ടു ഡു അങ്ങനെ 3 സെറ്റ് ഉണ്ട് അല്ലേ. അതിൽ ടു ബി ഫോം ആണ് നമ്മൾ കോണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു ബി ഫോമിൽ നമ്മൾ പ്രസന്റ് ടെൻസ് ആവുന്നത് നമുക്കറിയാം. പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഇസ്, ആർ, ആം ആണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ടു ബി ഫോമിൻ്റെ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കം എന്നുള്ള വെർബിൻ്റെ ഫോർത്ത് ഫോമാണ് നമ്മൾ യൂസ് ചെയ്തേക്കണം. മനസ്സിലായല്ലോ? I am talking to my friend now. I am ടോക്കിംഗ് ടു മൈ ഫ്രണ്ട് നൗ അല്ലെ, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഐ ആണ് എൻ്റെ സബ്ജക്റ്റ്. ഇവിടെ നമുക്ക് ആവശ്യം കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ നമ്മുടെ ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഐ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽപ്പിംഗ് വെർബ് ടു ബി ഫോമിൻ്റെ ഏത് ഹെൽപ്പിംഗ് വെർബാണ് യൂസ് ചെയ്യേണ്ടത്? ആം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആം. ടോക്ക് എന്നുള്ള വെർബിൻ്റെ B4 ഫോമാണ് ടോക്കിംഗ്. ഇനി they are handling this business. They are handling this business effectively. They are handling ദിസ് ബിസിനസ് എഫക്റ്റീവ്. അപ്പോൾ രണ്ടുപേര് ബിസിനസ്സിന്, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാർ ഈ ബിസിനസ്സിനെ ഭയങ്കര എഫക്റ്റീവായ രീതിയിൽ, നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ്. സോ അറിയാം ടു ബി ഫോമിൽ പ്ലൂറലായ ആറാണ് വരേണ്ടത്. ഹാൻഡിൽ എന്നുള്ള വെർബിൻ്റെ B4 ഫോമായ ഹാൻഡ്ലിംഗ് ആണ്. അപ്പം ഇപ്പോൾ നമുക്കിവിടെ ഞാൻ 3 പ്രൊനൗൺസ് ആണ് കാണിച്ചത് നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ അല്ലേ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സബ്ജക്റ്റ് പ്ലൂറൽ ആവണം, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സബ്ജക്റ്റ് സിംഗുലർ ആവണം എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എക്സാമിനേഷനിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നിങ്ങൾക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ടെൻസസിൻ്റെ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. മനസ്സിലായല്ലോ? യെസ്. ഞാനൊരു എക്സാമ്പിൾ എഴുതാം, നോക്കിക്കോളൂ. either of the two sisters are go to the party tonight. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. യെസ്, കുറച്ചും കൂടെ ഇവിടെ ആറ് മാറ്റിയിട്ട് ഞാൻ വേണമെങ്കിൽ ഗോസ് എന്നാക്കാം. ഗോ അല്ലെങ്കിൽ ഗോസ്, ഗോ എന്നാക്കാമെന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം either of the എന്ന് വന്ന ആ ഒരു ഫ്രേസിന് ശേഷം വരേണ്ട നൗണ് പ്ലൂറൽ ആയിരിക്കണം, സിസ്റ്റർ ആണ്. either of the two sisters എന്ന് പറയുമ്പോൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ്. either എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ വെർബ് എന്തായിരിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടു നൈറ്റ് എന്നുള്ളൊരു നമുക്ക് നോക്കാവേ ഏതൊക്കെ കേസസിലാണ് നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇപ്പം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ടു നൈറ്റ് എന്നുള്ള വേർഡ് വരുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഗോ അല്ല വരണ്ടേ, ഈസ് ഗോയിങ് ആണ് വരേണ്ടത്. ഇവിടെ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് നമുക്ക് വരേണ്ടത്. പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് വരണം, ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഈസ് ഗോയിങ്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസിൻ്റെ സെൻറ്റൻസിൻ്റെ സിൻടാക്സ്. അപ്പോൾ ഇനി നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കേസസിലാണ് നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കേസ് നോക്കിക്കോളൂ. an
an action that is taking place at the time of speaking about it, or at the time we speak about it, whatever it may be. Yes. അപ്പോൾ ഒരു ആക്ഷൻ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് നമ്മൾ പറയണ സമയത്ത് അറ്റ് പ്രസൻറ്റിൽ ആ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഞാൻ എന്താണ്, ഞാനിത് പറയണ സമയത്ത് ഞാൻ എന്ത് ചെയ്യുവാണ്? ആ ഒരു ആക്ടിവിറ്റി ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഞാൻ എന്ത് പറയും? ഐ ആം ടീച്ചിങ് നൗ. ഐ ആം ടീച്ചിങ് നൗ. ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഓർ ഐ എം ഡാൻസിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഞാനിപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ആരെങ്കിലും എന്നെ വിളിക്കുക, അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഇപ്പം എന്തെടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ എന്തെടുക്കുക എന്ന് എന്നോട് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, ഞാനിപ്പം വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അറ്റ് പ്രസൻറ്റ് ആ മൊമെൻറ്റിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. നമ്മൾ എക്സാമ്പിൾ പറയുമ്പം the students along with the teacher discusses the topic. അല്ലേ? ഇവിടെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിലെ കാര്യവും നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്, നമ്മുടെ ടെൻസസിൻ്റെ കാര്യവും അപ്ലൈ ചെയ്യാനുണ്ട്. നോക്കിക്കോളൂ. സ്റ്റുഡൻസ് എലോങ് വിത്ത് ദ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് 1 എലോങ് വിത്ത് അല്ലെങ്കിൽ ടുഗദർ വിത്ത് അല്ലേ, അല്ലെങ്കിൽ നോ ലെസ് ദാൻ, ഇങ്ങനത്തെ കുറച്ച് ഫ്രേസസിൻ്റെ കൂടെ സബ്ജക്റ്റ് 2, നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് 2 ആണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെർബായാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ അവർ കോണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണേ. സോ ഇവിടെ വരേണ്ടത് നമുക്ക് സിമ്പിൾ ഡിസ്കസസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്താണ്? ദാറ്റ് ഈസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ് നമ്മൾ ഡിസ്കസസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണേ. അപ്പോൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആവുമ്പോൾ ടു ബി ഫോം ഉണ്ടാവണം, അതിൻ്റെ പ്രസന്റ് ടെൻസ് ഉണ്ടാവണം, വെർബിൻ്റെ 4th ഫോം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഞാൻ ടു ബി ഫോമിൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആറാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ എൻ്റെ സബ്ജക്റ്റ് എന്താണ്? പ്ലൂറൽ ആണ്. സോ ആർ ഡിസ്കസിങ് ദി ടോപ്പിക് നൗ. ടീച്ചറും അതേപോലെ സ്റ്റുഡൻറ്റും, ടീച്ചറും അതേപോലെ സ്റ്റുഡൻസും ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയണ സമയത്ത് വാട്ട് ആർ യു ഡൂയിങ്, അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ്, നീ ഇപ്പം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഐ എം ഗോയിങ് ടു എന്താ പറയുക, ഐ എം ഗോയിങ് ടു ദ മാൾ നൗ. ഞാനിപ്പം മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യുവാണെങ്കിൽ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. either teachers or the principal attends the meeting now. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, അഗെയിൻ നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും അതേപോലെ നമ്മുടെ ടെൻസസ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. either teachers or the principal ആണ്. either ഉണ്ട്, പിന്നെ സബ്ജക്റ്റ് 1 ഉണ്ട്,
ഓറിന് ശേഷം സബ്ജക്റ്റ് ടു ആണെങ്കിൽ വെർബ് ആയാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടാണ് വരേണ്ടത്? നമ്മുടെ സബ്ജക്റ്റ് ടൂവിനനുസരിച്ചിട്ടാണ് വരേണ്ടത്. ഇത് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം വരേണ്ട വെർബ് എന്തായിരിക്കും? വരേണ്ട വെർബ് എന്തായാലും സിംഗുലർ ആയിരിക്കും. ഇവിടെ വരേണ്ട വെർബ് എന്തായാലും സിംഗുലർ ആയിരിക്കും. ഇനി ഇവിടെ എന്താണ്? ഇപ്പോൾ അവർ ആ മീറ്റിംഗ് ഒന്നെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? അവർ ആ മീറ്റിംഗ് ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാന്നാണ് നമ്മൾ പറയണത്. സോ അറ്റൻസ് അല്ല, ഈസ് സിംഗുലർ ആണ് വരേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ ഇസ് യൂസ് ചെയ്യും. പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് ഈസ് അറ്റൻഡിങ് ദ മീറ്റിംഗ് നൗ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറയണത് നമുക്ക് എങ്ങനെ പറയാം? യെസ്, രണ്ടാമത്തെ കേസ് an action in continuation not necessarily at the time of speaking but taking place in the background. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷന് പോയി, ഒരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷന് പോകുമ്പം കുറേ കഴിഞ്ഞിപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, കുറേ കഴിഞ്ഞ് നമ്മൾ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കുറേ കഴിഞ്ഞൊരു ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യുകയാണ്, നമ്മൾ ആരെങ്കിലും അവിടെ കണ്ടു എന്നിരിക്കട്ടെ. അപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ ജനറലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ആ സമയത്ത് നമ്മൾ എന്ത് പറയും? ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? ആ കല്യാണം അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ചോദിക്കുന്ന ആളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഉദ്ദേശം, നമ്മുടെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ അതല്ല. കാര്യം കളിയാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ മറുപടി പറയാറുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ലൈഫിൽ ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ എന്ത് പറയും? ഐ എം പെർസ്യൂവിങ് മൈ UG നൗ, അല്ലെങ്കിൽ ഐ എം ഡൂയിങ് മൈ PG നൗ അല്ലെ? ഇൻ കറസ്പോണ്ടൻസിൽ ഞാനിപ്പം PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് മോളിപ്പോൾ എന്തെടുക്കുക അല്ലെങ്കിൽ മോനിപ്പോൾ എന്തെടുക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീ ഈസ് ആക്ച്വലി ഡയറക്റ്റിംഗ് എ മൂവി നൗ, ഇപ്പോൾ അവൻ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹീ ഈസ് ഡൂയിങ് സോ ആൻഡ് സോ എന്തെങ്കിലും ഒരു കാര്യം. സോ അങ്ങനെ ഒരാൾ ഒരു കാര്യം നമ്മൾ അറ്റ് പ്രസൻറ്റ് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ചെയ്യണില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളൊരു ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുവാണെങ്കിൽ അറ്റ് പ്രസൻറ്റ് ആ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരിക്കാം, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ആക്ച്വലി വി ആർ പെർസ്യൂയിങ് അവർ മൈ UG ഡിഗ്രി. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഐ എം ഡൂയിങ് മൈ UG നൗ, അല്ലേ? എൻ്റെ UG ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹീ ഈസ് ആക്ച്വലി ഡയറക്റ്റിംഗ് എ മൂവി നൗ, ഇപ്പോൾ അവൻ ആക്ച്വലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു മൂവി അവൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മൾ ആ സംസാരിക്കണ ആ ഒരു എക്സാക്റ്റ് മൊമെൻറ്റിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്യണില്ലായിരിക്കാം, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കോണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് ടെൻസ് യൂസ് ചെയ്യാം? പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു
ഭാവിയിൽ നടക്കാൻ പോണ കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങൾ നമ്മൾ ജനറലി ഫ്യൂച്ചർ ടെൻസിലാണ് യൂസ് ചെയ്യാറ്. പക്ഷെ നമ്മൾ ചില കേസസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഒരു സ്പെസിഫൈഡ് ആയ ഒരു ടൈം അല്ലേ, ഒരു എക്സാക്റ്റ് ആയ ഒരു ടൈം, ഒരു എന്താ പറയുക, ഈ മാസം 3-ാം തീയതി അല്ലെങ്കിൽ എന്താ പറയുക 2024 ഡിസംബർ എന്താ പറയുക ജാനുവരി അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി 28 ഇങ്ങനെ എക്സാക്റ്റ് ആയ ഒരു ഡേറ്റ് അല്ലെങ്കിൽ എക്സാക്റ്റ് ആയ ഒരു ടൈമിൽ ആ ഒരു സംഭവം ഫ്യൂച്ചറിൽ നടക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. അതേപോലെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണെങ്കിലും നമ്മൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതേത് സിറ്റുവേഷനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യം. എന്തെങ്കിലും ഒരു സംഭവം നിയർ ഫ്യൂച്ചറിലാണ് നടക്കാൻ പോണതെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ടുനൈറ്റ് അല്ലെങ്കിൽ ടുമോറോ or else we can say this week അല്ല, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഡേന്നോ നെക്സ്റ്റ് മന്ത്ന്നോ ഇയർന്നോ അല്ലെ, നെക്സ്റ്റ് ഡേ മന്ത് അല്ലെങ്കിൽ ഇയർ, യെസ് അങ്ങനത്തെ സിറ്റുവേഷൻസ്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ടുഡേ, യെസ്. അങ്ങനെ ഒരു നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങൾ, നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങളിൽ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ, പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു കാര്യം നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യമാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇങ്ങനത്തെ വേർഡ്സ് ഉണ്ടെങ്കിൽ, ടുനൈറ്റ് അല്ലെങ്കിൽ ടുമോറോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ, മന്ത്, ഇയർ ഓർ കമ്മിങ് ഡേ അല്ലെ, ഏതെങ്കിലും ഒരു കമ്മിങ് ഡേ, കമ്മിങ് മൺഡേ ഓർ കമ്മിങ് ട്യൂസ്ഡേ, കമ്മിങ് മന്ത് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെയും നമുക്ക് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ടുഡേ, ഇപ്പം ഇന്ന് രാവിലെ ഞാൻ പറയുവാണ് ആക്ച്വലി ടുഡേ ഐ എം ഗോയിങ് ടു മീറ്റ് ദി MD ഓഫ് സോ ആൻഡ് സോ കമ്പനി. ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുവാണ് യെസ് വാട്ട് യു ആർ അപ് ടു അല്ലെ, എന്നോട് ആരെങ്കിലും ചോദിക്കുക വാട്ട് യു ആർ അപ് ടു, ഇനി എന്താണ് ചെയ്യാൻ പോകണം, ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആക്ച്വലി ടുഡേ ഐ എം ഗോയിങ് ടു മീറ്റ് ദ MD ഓഫ് ABC കമ്പനി. ABC കമ്പനിയുടെ MDനെ ഞാൻ ഇന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി നമ്മൾ ആ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം കോണ്ടിന്യൂസ് ആയിട്ട് നടക്കുമല്ല, സംസാരിക്കുന്ന സമയം വെച്ച് നോക്കുമ്പം നമ്മുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ ഫ്യൂച്ചറാണ്. പക്ഷേ നിയർ ഫ്യൂച്ചർ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഫ്യൂച്ചർ ടെൻസ് അല്ല നമ്മൾ യൂസ് ചെയ്യണേ, പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്തരം വേർഡ്സ് നിങ്ങളുടെ സെന്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ദർ വി യൂസ് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ആർ വാച്ചിങ് എ മൂവി ടുനൈറ്റ് അല്ലേ, വി ആർ വാച്ചിങ് എ മൂവി ടുനൈറ്റ്. ഇന്ന് രാത്രി നമ്മളൊരു സിനിമ കാണും, ഇന്ന് രാത്രി നമ്മളൊരു സിനിമ കാണും. സോ ഇവിടെ ടുനൈറ്റ് എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മളവിടെ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വി എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, നമ്മൾ അതുകൊണ്ട് ഇവിടെ ടു ബിയുടെ ആർ യൂസ് ചെയ്തു. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. they are moving to Delhi coming Monday. They are moving to Delhi coming Monday. ഈ വരുന്ന തിങ്കളാഴ്ച, കമ്മിങ് എന്ന് പറയുമ്പം ഈ വന്ന എന്ന് പറയണം മലയാളത്തിൽ. നമ്മൾ ഈ വന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ഈ വന്ന ആഴ്ച, കമ്മിങ് മന്ത് ഇനി വരുന്ന ആ മാസം, തൊട്ടടുത്ത മാസം എന്നൊക്കെ ഉള്ള മീനിങ്ങിലാണ് നമ്മൾ കമ്മിങ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ വന്ന തിങ്കളാഴ്ച അവർ എന്ത് ചെയ്യാൻ പോവാണ്? അവർ ഡൽഹിയിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്, ഡൽഹിയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോവുകയാണെങ്കിൽ അത്തരം tomorrow I am purchasing a new car. Tomorrow I am purchasing a new car. നാളെ ഞാനൊരു പുതിയ കാർ ഞാൻ മേടിക്കാൻ പോവാണ്. സോ ആക്ച്വലി ഇതെന്താണ്? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇവിടെ എന്താണ്? നിയർ ഫ്യൂച്ചർ ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു റൂൾ അറിയാത്ത ആൾക്കാർ, അതായത് ഏത് കേസിലാണ് നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു റൂൾസ് അല്ലെങ്കിൽ കേസസ് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ടുമോറോ ഐ വിൽ പർച്ചേസ് എ ന്യൂ കാർ. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിനേഷനിൽ ഇവിടെ എങ്ങനെ തരും? ടുമോറോ
I'll purchase a new car എന്ന് തരും. Tomorrow I'll purchase a new car എന്ന് തരും. അപ്പോൾ നമ്മൾ ആ സെന്റൻസ് വായിക്കുമ്പോൾ ഓക്കെ നാളെ, ടുമോറോ എന്ന് പറയുമ്പോൾ നാളെയാണ്, ഓക്കെ ഫ്യൂച്ചർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെന്റൻസിൽ എറർ ഇല്ല, കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ടിക്ക് ചെയ്തിട്ട് പോകും. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് ഈ സെന്റൻസിൽ എന്തുണ്ട്, എറർ ഉണ്ട്. കാരണം നിയർ ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വിൽ പർച്ചേസ് അല്ല, ഐ ആം പർച്ചേസിങ് ആണ് വരേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. അതേപോലെ ആർ മൂവിങ്ങിന് പകരം ദേ വിൽ മൂവ് ടു ഡൽഹി അങ്ങനെ തരും. ദേ വിൽ മൂവ് ടു ഡൽഹി കമ്മിങ് മൺഡേ. ഈ വരുന്ന തിങ്കളാഴ്ച അവർ ഡൽഹിയിലേക്ക് മൂവ് ചെയ്യുവാണ്. വായിക്കുമ്പോൾ നമുക്ക് ഒരു എററും ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ വിൽ മൂവ് അല്ല, ആർ മൂവിങ് ആണ്. ചില സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് സെൻറ്റൻസ് അങ്ങനെ തന്നെ തന്നിട്ടുണ്ടാവും. ദേ ആർ മൂവിങ് ടു ഡൽഹി കമ്മിങ് മൺഡേ. ഈ വരുന്ന തിങ്കളാഴ്ച അവർ ഡൽഹിയിലേക്ക് മൂവ് ആവും. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് വായിക്കുവാണെങ്കിൽ നമുക്ക് ഏത് കേസിലാണ് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കേസിലാണ് ഓരോരോ ടെൻസ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റായ ഐഡിയ ഇല്ലെങ്കിൽ ഓക്കെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം അവരത് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസിലാണ് തന്നിട്ടുള്ളത്. സോ നമ്മുടെ ഈ സെന്റൻസിൽ എറർ ഉണ്ട്, ആർ മൂവിങ് മാറ്റിയിട്ട് വിൽ മൂവ് ആണെന്ന് വിചാരിച്ച് സെന്റൻസിൽ എറർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പോവും. പക്ഷെ ആക്ച്വലി ഇവിടെ എന്താണ്, എറർ ഇല്ല. കാരണം നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങൾ നമ്മൾ ഏത് ടെൻസിൽ യൂസ് ചെയ്യും, പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. യെസ്. നാലാമത്തെ കേസ് നോക്കാം. നാലാമത്തെ കേസ്, certain words follow present continuous tense. ചില വേർഡ്സിന് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ചില വേർഡ്സ് അതിലുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ഏതൊക്കെ വേർഡ്സ് ആണ് നോക്കിക്കോളൂ. നൗ, ഫോർ ദ ടൈം ബീയിങ്, ഫോർ ദ ടൈം ബീയിങ് എന്ന് പറയുമ്പോൾ ഇപ്പം തൽക്കാലത്തിന്, ഫോർ ദ ടൈം ബീയിങ് ലെറ്റ് ഹിം വർക്ക്, ഇപ്പം തൽക്കാലത്തിന് അവൻ വർക്ക് ചെയ്തോട്ടെ. സോ അങ്ങനെ ഫോർ ദ ടൈം ബീയിങ്. പിന്നെ നമുക്ക് പറയാം വേറെ ഒരു എന്താ പറയാം, ദിസ് വീക്ക് അല്ലെങ്കിൽ മന്ത് അല്ലെങ്കിൽ ഇയർ ഓർ ഡേ, വാട്ട് എവർ, ദിസ് വീക്ക്, മന്ത്, ഇയർ ഓർ ഡേ. അറ്റ് പ്രസൻറ്റ് എന്നുള്ളതിൻ്റെ കൂടെ അല്ലെങ്കിൽ അറ്റ് ദിസ് മൊമെൻറ്റ്. പിന്നെ നമുക്ക് പറയാം ദീസ് ഡേയ്സ്, സ്റ്റിൽ, അല്ലേ? നൗ, ഫോർ ദ ടൈം ബീയിങ്, ദിസ് വീക്ക്, ദിസ് മൊമെൻറ്റ്, അതേപോലെ അറ്റ് പ്രസൻറ്റ്, ദീസ് ഡേയ്സ്, സ്റ്റിൽ. ഇങ്ങനത്തെ വേർഡ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യണം, ഇങ്ങനത്തെ വേർഡ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Still people here buy food from the nearby city. From the hotel far away from the city, far away from the city, or far away from this place. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഇപ്പോഴും ആൾക്കാർ ഫുഡ് പർച്ചേസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, സ്റ്റില്ല് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചു സ്റ്റിൽ എന്നുള്ള വേർഡിന് ശേഷം നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്, പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. അപ്പം നമ്മളിവിടെ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില സമയത്ത് നമ്മൾ സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ എറർ എന്ന് പറയുന്ന ഒരു സാധനം ഫീൽ ആവത്തേ ഇല്ല. അങ്ങനത്തെ രീതിയിലായിരിക്കും അവർ നമുക്ക് സെൻറ്റൻസ് തന്നെ. നോക്കിക്കോളൂ, സ്റ്റിൽ പീപ്പിൾ ഹിയർ ബൈ ഫുഡ് ഫ്രം ദി ഹോട്ടൽ ഫാർ അവേ ഫ്രം ദ പ്ലേസ്. അവരുടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഇന്നും ആൾക്കാർ ഫുഡ് മേടിക്കണമെന്നാണ് നമ്മുടെ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കിതിൽ ഒരു എറർ പോലും ഫീൽ ചെയ്യില്ല. ബട്ട് ഹിയർ ഈസ് ആൻ എറർ. ഇവിടെ ഇതിലൊരു എറർ ഉണ്ട്. കാരണം സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, വി ഹാവ് ടു യൂസ് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. പക്ഷെ നമ്മുടെ സെൻറ്റൻസിൽ ദ വെർബ് ഈസ് ഗിവൺ ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ ഇവിടെ ഹിയർ ബൈ അല്ല,
ആർ ബൈയിങ് ആണ് അല്ലേ? ഇവിടെ ആർ ബൈയിങ് ആണ്. പീപ്പിൾ എന്ന് പറയുന്നത് പ്ലൂറലാണ്. പീപ്പിൾ എന്ന് പറയുന്നത് പ്ലൂറലാണ്. സോ പീപ്പിൾ ഹിയർ ആർ ബൈയിങ് ഫുഡ് ഫ്രം ദി ഹോട്ടൽ ഫാർ അവേ ഫ്രം ദിസ് പ്ലേസ്. മനസ്സിലായല്ലോ? യെസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. This week she will celebrate her daughter's success. This week she will celebrate her daughter's success. അവരുടെ ഡോട്ടറിൻ്റെ സക്സസ് ഈ ആഴ്ച അവർ ഇന്ന് ഗ്രാൻഡ്ലി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഭയങ്കര ഗ്രാൻഡായിട്ട് ഈ ആഴ്ച അവർ എന്ത് ചെയ്യും? ഡോട്ടറിൻ്റെ അവരുടെ മോളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. എഗെയിൻ ഇത് വായിക്കുമ്പോഴും നമുക്ക് ഭയങ്കര എറർ ഉണ്ടെന്ന് തോന്നില്ല. കാരണം ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ ആഴ്ച അവരുടെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും എന്നാണ്. പക്ഷേ ഇതിൽ എറർ ഉണ്ട്. ദിസ് വീക്ക്, ദിസ് മന്ത്, ദിസ് ഇയർ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ വിൽ സെലിബ്രേറ്റ് അല്ല, ഈസ് സെലിബ്രേറ്റിംഗ്. ഇവിടെ നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റ് ഷീ ആണ്. സോ സിംഗുലർ ആണ്. സോ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കോണ്ടിന്യൂസ് ടെൻസ് ആണ് വേണ്ടത്. ഈസ് സെലിബ്രേറ്റിംഗ്. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. അറ്റ് ദിസ് മൊമെൻറ്റ് അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഷീ വർക്ക്സ് അറ്റ് ഇൻഫോസിസ്. അറ്റ് പ്രസൻറ്റ് ഷീ വർക്ക്സ് അറ്റ് ഇൻഫോസിസ്. ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയണ ആ സമയത്ത് അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇൻഫോസിസിലാണ്. സോ നമുക്ക് ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു എററും തോന്നില്ല. പക്ഷേ അറ്റ് പ്രസൻറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആ സെൻറ്റൻസിൽ നമ്മുടെ ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. സോ ഷീ വർക്ക്സ് അല്ല, ഷീ ഈസ് വർക്കിംഗ്. ഷീ ഈസ് വർക്കിംഗ് അറ്റ് ഇൻഫോസിസ്. മനസ്സിലായോ? അവൾ എവിടെയാണ് വർക്ക് ചെയ്യണേ? അവൾ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യണേ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. For the time being, for the time being, for the time being, she cooks food. She cooks food. Okay. ഇപ്പോൾ തൽക്കാലം അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ കുക്സ് ഫുഡ് അല്ല, ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. ഫോർ ദ ടൈം ബീയിങ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഫോർ ദ ടൈം ബീയിങ് ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? അപ്പോൾ ഈ ഇത്തരം വേർഡ്സിന് ശേഷം ഇത്തരം വേർഡ്സ് നമ്മുടെ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. 4 കേസ് നമ്മൾ കണ്ടു. ആദ്യത്തെ കേസ് എന്താണ്? ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ആ സമയത്ത് അത് ചെയ്യണില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അത്തരം സിറ്റുവേഷൻസിലും അത് യൂസ് ചെയ്യും. ഒരു നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യമാണെങ്കിൽ അവിടെയും നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ചില വേർഡ്സിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഹിയർ ഹാസ് കം ദി ട്രെയിൻ. ഹിയർ ഹാസ് കം ദി ട്രെയിൻ. ഹിയർ ഹാസ് കം ദി ട്രെയിൻ. ഷീ ഷൗട്ടഡ്. ഷൗട്ടഡ് വേണ്ട. ഷീ ഷൗട്ടഡ്. ഷൗട്ടഡ് വേണ്ട. ഓക്കെ. ഷീ ടോൾഡ് അല്ലെങ്കിൽ യെസ്, ഷീ ടോൾഡ് എന്നിരുന്നോട്ടെ. ഹിയർ ഹാസ് കം ദ ട്രെയിൻ. ഹിയർ ഹാസ് കം ദ ട്രെയിൻ ഷീ ടോൾഡ്. അവൾ പറഞ്ഞു അതാ ട്രെയിൻ വരുന്നു അല്ലെങ്കിൽ അതാ ട്രെയിൻ വന്നു എന്നുള്ള മീനിങ് ആണ് നമ്മുടെ സെൻറ്റൻസിൻ്റെ. അപ്പോൾ ഈ സെൻറ്റൻസിൽ എറർ ഉണ്ടോ ഇല്ലയോ നോക്കിക്കോളൂ. ഹാസ് കം എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചത് എന്താണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി നടക്കുന്ന കാര്യങ്ങൾ അതിൽ
ഹിയർ ഓർ ദെയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. നമുക്കറിയാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് യാതൊരു ഹെൽപ്പിംഗ് വെർബ്സും ഉണ്ടാവില്ല അല്ലേ. സോ ഇവിടെ ഹാസ് കം അല്ല, കംസ് ആണ്. ഹിയർ കംസ് ദി ട്രെയിൻ. ഷീ ഡെയിലി ഈസ് കീപ്പിംഗ്. ഷീ ഡെയിലി ഈസ് കീപ്പിംഗ് her books in the shelf after her work. അവളുടെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നും അവളുടെ ബുക്സ് അവൾ ഷെൽഫിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എററും തോന്നുന്നില്ല. ഷീ ഡെയിലി ഈസ് കീപ്പിംഗ് ഹെർ ബുക്സ് ഇൻ ദ ഷെൽഫ് ആഫ്റ്റർ ഹെർ വർക്ക്. അവളുടെ വർക്കിന് ശേഷം അവൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം ഒരു ആക്ഷൻ ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കുകയാണ് അല്ലെങ്കിൽ റെഗുലറായിട്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ ഡെയിലി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് എ റെഗുലർ ആക്ഷൻ, ഇറ്റ്സ് എ ഹാബിച്വൽ ആക്ഷൻ. നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഷീ ആയതുകൊണ്ട് സിംഗുലർ ആണ്, വെർബും സിംഗുലർ ആയിരിക്കണം. സോ ഷീ ഡെയിലി കീപ്സ് ഹെർ ബുക്സ് ഇൻ ദ ഷെൽഫ് ആഫ്റ്റർ ഹെർ വർക്ക്. മനസ്സിലായോ? യെസ്. everybody where വേണ്ട is everybody is listening to the commentary. Everybody is listening to the commentary. Virat strike 6. Virat strike 6. ഓക്കെ, നമ്മൾ പഠിച്ചു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ അതിൻ്റെ ഹെഡിങ് വരുമ്പം അല്ലെങ്കിൽ കോമൻട്രി ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാറ്? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. സോ സ്ട്രൈക്ഡ് അല്ല, സ്ട്രൈക്സ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ടെൻസസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. The newspaper heading 6 men looted a bank, shocked everyone. അപ്പോൾ ന്യൂസ് പേപ്പർ ഹെഡിങ് 6 men looted a bank. 6 ആണുങ്ങൾ ചേർന്ന് ഒരു ബാങ്ക് അല്ലെങ്കിൽ മെന്ന് വേണ്ട റോബേഴ്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 6 robbers ആക്ച്വലി looted a bank എന്ന് തന്നിട്ടുണ്ട്. ഒരു ബാങ്ക് കൊള്ളയടിച്ചു. സോ looted a bank അല്ലെങ്കിൽ looted some cash or some valuable gold from a bank എന്നൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ന്യൂസ് പേപ്പർ ഹെഡിങ് ആണ്. അപ്പോൾ ന്യൂസ് പേപ്പർ ഹെഡിങ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സോ ലൂട്ടഡ് അല്ല, ലൂട്ടാണ്. ഇവിടെ 6 റോബേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. 6 robbers loot a bank. മനസ്സിലായല്ലോ? യെസ്. His next movie will release on March 23rd, 2024. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ആക്ഷൻ ആണല്ലേ, ഇതൊരു ഫ്യൂച്ചർ ആക്ഷൻ ആണ്. സോ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഇതിൽ ഒരു എറർ, പ്രത്യേകിച്ച് നമുക്ക് എറർ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് ഹിയർ ഈസ് ആൻ എറർ. ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ്,
എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദിസ് മൂവി റിലീസസ് ഓൺ March 23rd, 2024. മനസ്സിലായല്ലോ? യെസ്. സോ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ടെൻസസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 ടെൻസ് പഠിച്ചു. ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ് കഴിഞ്ഞു, ഒന്ന് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടെൻസിലേക്ക് പോവാം. മൂന്നാമത്തെ ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. യെസ്. നമ്മുടെ നെക്സ്റ്റ് ടെൻസിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസിൽ ഒരു കേസ് പറയാൻ ഞാൻ വിട്ടുപോയി. ആ കേസും കൂടെ നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ടെൻസിലേക്ക് പോവാം. സോറി. അപ്പോൾ ആ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ. കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു ഹാബിച്വൽ ആക്ഷൻ, ഒരു ആക്ഷൻ ഹാബിച്വൽ ആണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യാറ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. എഗെയിൻ ഇവിടെ നോക്കിക്കോളൂ, ഇതും ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു കേസിൽ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ എന്താണ് സിംപ്ലി ഒരു ഹാബിച്വൽ ആക്ഷനും ഒരു കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ റെഗുലറായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ. സേ ഫോർ എക്സാമ്പിൾ, ഹീ സ്മോക്സ് ഡെയിലി. ഹീ സ്മോക്സ് ഡെയിലി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കണ സമയത്ത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്, റെഗുലറായി നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ്. കാരണം നമുക്കിവിടെ ഡെയിലി എന്നൊരു വേർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സെൻറ്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്മോക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു ഹെൽത്തി ആയ ഒരു ഹാബിറ്റ് അല്ല, അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം റെഗുലറായി നമ്മൾ ചെയ്യുമ്പം അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല, പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഈ ഒരു റൂള് കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ, ഈ ഒരു റൂള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാബിച്വൽ ആക്ഷൻ ആണ്, പക്ഷേ അത് ചെയ്യാൻ ഈ ഒരു എന്താ പറയുക കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ എന്നുള്ളൊരു സംഭവത്തിനെ കുറിച്ച് കുറേ ആൾക്കാർ അവെയർ ആവില്ല. മനസ്സിലായോ? അതായത് ഒരു ഹാബിച്വൽ നമ്മുടെ മനസ്സിൽ ജനറലി ഉള്ളൊരു കാര്യമാണ്, ഒരു കാര്യം നമ്മൾ റെഗുലറായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ ചെയ്യുവാണെങ്കിൽ ദർ വി ഓൾവേസ് യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അത് കറക്റ്റാണ്, റെഗുലറായി ചെയ്യണ കാര്യങ്ങളിൽ വി ഓൾവേസ് യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ആ ഒരു റെഗുലർ ആക്ടിവിറ്റി ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ദർ വി യൂസ് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആൻഡ് വി ഷുഡ് നോട്ട് യൂസ്, വി ഹാവ് ടു യൂസ് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. വി ഷുഡ് നോട്ട് യൂസ് ദർ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ നിങ്ങൾക്ക് അവർ സെൻറ്റൻസ് തന്ന സമയത്ത് ഈ ഒരു കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ്റെ സെൻറ്റൻസസ് തന്ന സമയത്ത് മിക്കപ്പോഴും അവരെങ്ങനെ തരും? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തരും. അപ്പോൾ നമ്മൾ ഡെയിലി, എവറി ഡേ, ട്വൈസ് ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മളത് ഹാബിച്വൽ ആക്ഷൻ ആണ്, സോ ദിസ് സെൻറ്റൻസ് ഈസ് കറക്റ്റ്, നോ എറർ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിൽ എറർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതാക്കിയിട്ട് പോകും. പക്ഷേ ആക്ച്വലി ഇവിടെ എറർ ഉണ്ട്. ഹിയർ വി ഷുഡ് യൂസ് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. Some boys always trouble me during examination. അല്ലേ? എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ബോയ്സ് എപ്പോഴും എന്നെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതൊരു റെഗുലർ ആയ ഒരു ആക്ടിവിറ്റിയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിനാണ് നമുക്ക് തന്നിട്ടുള്ളത്. സം ബോയ്സ് ആണ്, പ്ലൂറലാണ്. ഇവിടെയും നമുക്ക് ട്രബിൾ കറക്റ്റ് ആണ്. വെർബിൻ്റെ ടെൻസും കാര്യം നമ്മുടെ എന്താണ് സബ്ജക്റ്റും വെർബൊക്കെ എഗ്രി ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം ഇതെന്താണ്? ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്. കമ്പൽസീവ് എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും സ്ഥിരം ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമാണോ? അല്ല. എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ ആരെയും ട്രബിൾ ചെയ്യാൻ പാടില്ല. സോ ദിസ് ഈസ് എ കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ. സോ ട്രബിൾ മീ അല്ല, ഈസ് ട്രബിളിങ് മീ. അപ്പോൾ സെൻറ്റൻസ് വായിക്കുക. സെൻറ്റൻസ് വായിച്ചിട്ട് കുറച്ച് കോമൺ സെൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും.
അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയാലും അങ്ങനെയാണ്. അതിലവർ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒന്ന് നമുക്ക് ആ ഒരു കാര്യത്തിൽ നോളജ് ഉണ്ടോ, റൂൾസ് അറിയാവോ, നമ്മുടെ ലാംഗ്വേജ് സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കാൽക്കുലേഷൻസ് സ്ട്രോങ് ആണോ, നമുക്ക് ലോജിക് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ കൂട്ടത്തിൽ നമ്മുടെ കോമൺ സെൻസും കൂടെ ചെക്ക് ചെയ്യും. മനസ്സിലായി? അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയാലും നമുക്കറിയാം കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ അവർ നമ്മുടെ കോമൺ സെൻസും കൂടെ ജഡ്ജ് ചെയ്യും. അപ്പോൾ സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, സെൻറ്റൻസ് നമുക്ക് വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹാബിച്വൽ ആക്ഷൻ ആണോ അതോ കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ ആണോ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. She writes, അല്ലെങ്കിൽ വേണ്ട, she is chanting mantras daily. അവൾ എന്നും എന്ത് ചെയ്യാറുണ്ട്? മന്ത്രങ്ങൾ അല്ലേ, മന്ത്ര എന്ന് പറയുമ്പോൾ മന്ത്രങ്ങൾ. ചാൻറ്റിങ് മന്ത്രാസ് എന്ന് പറയുമ്പോൾ നാമം ജപിക്കുക അല്ലെങ്കിൽ മന്ത്രം ജപിക്കുക, മന്ത്രം പറയുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ചാൻറ്റിങ് മന്ത്രാസ്. സോ ഷീ ഈസ് ചാൻറ്റിങ് മന്ത്രാസ് ഡെയിലി. അപ്പം ഞാൻ ഈ സെൻറ്റൻസ് വായിച്ചപ്പം ഡെയിലി എന്ന് തന്നിട്ടുണ്ട്. ഡെയിലി എന്ന് തരുമ്പം ഒന്നെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ ആയിരിക്കാം. നാമം ജപിക്കുക അല്ലെങ്കിൽ മന്ത്രം ചൊല്ലുക എന്നുള്ളത് ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമല്ല. സോ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ റെഗുലറായി ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യണേ? പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. അപ്പോൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു നല്ലൊരു കാര്യം നമ്മൾ റെഗുലറായി ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഷീ ചാൻസ് മന്ത്രാസ് ഡെയിലി. മനസ്സിലായോ? ഷീ ചാൻസ് മന്ത്രാസ് ഡെയിലി. ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്. അപ്പോൾ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കണം. യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ടെൻസിലേക്ക് പോവാം. തേർഡ് വൺ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ്